ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഡോഗ്സ് എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. ഇവരുടെ എയർ ഡ്രോപ്പിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 300 അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ടെലഗ്രാമിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഗ്സ് എയർ ഡ്രോപ്പിൽ ഇനിയും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെലഗ്രാമുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്കും അതുപോലെ തന്നെ ക്ലെയിമിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയും ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം 2 ദിവസം കൂടെ മാത്രമേ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഡോഗ്സിൻ്റെ ഒഫീഷ്യൽ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അതായത് നമ്മൾ ഇപ്പം ഡോഗ്സിൽ ആ ഒരു ടെലഗ്രാം ബോട്ടിൽ കയറി ഡെയിലി പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് 14 വരെ മാത്രമേ പറ്റത്തുള്ളൂ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇനി 2 ദിവസം കൂടെ നമുക്ക് ഡോഗ്സ് പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനകത്ത് ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം പോയിന്റ്സ് ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് എത്രത്തോളം എയർ ഡ്രോപ്പ് കിട്ടും എന്നത് നമ്മൾ അതിനകത്ത് ഏൺ ചെയ്തിരിക്കുന്ന പോയിന്റ്സിനെ ബേസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എപ്പോഴാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്നാണ്. ഇപ്പം അവർ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ലിസ്റ്റിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയും എന്നാണ്. നമുക്കറിയാം ഈ ഓഗസ്റ്റ് 14 എന്ന് പറയുന്നത് ടെലഗ്രാമിൻ്റെ ബർത്ത്ഡേ ആണ്. ആ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഡോഗ് ഒരു ബർത്ത്ഡേ കേക്കൊക്കെ ആയിട്ട് പോകുന്നതാണ്. സോ ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരിക്കാം അത്. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റിംഗ് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബൈനാൻസിലേക്കൊക്കെ ലിസ്റ്റിംഗ് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഒരു പ്രോഫിറ്റും കൂടെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആരും മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ വിട്ടുപോയി എന്ന് പറഞ്ഞതും കൊണ്ട് യാതൊരുവിധ കാര്യം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അത് മാത്രമല്ല ഇവരുടെ ഈ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ മറ്റൊരു മെസ്സേജും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അവരിട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ദർ ഇസ് എ സിമ്പിൾ പ്രിൻസിപ്പിൾ, ഡോണ്ട് ഫൂൾ യുവർ കമ്മ്യൂണിറ്റി. അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ ഒരിക്കലും പറ്റിക്കാനായിട്ട് പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ കമ്മ്യൂണിറ്റീനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്നും എടുത്തു പറയുന്നില്ല. അവരെ ഉദ്ദേശം കൊണ്ടായിരിക്കണം ഇവരിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലേ പ്രൊജക്റ്റ് നിലനിൽക്കൂ എന്ന് ഇവർക്കും വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു മെസ്സേജിൻ്റെ ലാസ്റ്റ് ഇവർ പറയുന്നുണ്ട്: ഡോഗ്സ് കമ്മ്യൂണിറ്റി വിൽ നെവർ ബി ഫൂൾ, ഡോഗ്സ് സ്ട്രോങ് ടുഗദർ. ഡോഗ്സിൻ്റെ കമ്മ്യൂണിറ്റി ഒരിക്കലും പറ്റിക്കപ്പെടില്ല എന്ന് ഇവർ ഉറപ്പ് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു എയർ ഡ്രോപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും കിട്ടുവാണെങ്കിൽ വളരെ നോട്ട് കോയിന് ശേഷം വളരെ മികച്ചൊരു എയർ ഡ്രോപ്പ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം മറ്റുള്ള എയർ ഡ്രോപ്പുകൾ പോലെ നമുക്ക് വളരെയധികം ടാസ്കുകളും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇവർ തന്നിട്ടില്ല. വളരെ സിമ്പിളായിരുന്നു. എല്ലാ പ്രൊജക്റ്റുകളും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയായിരുന്നെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയതിനെ. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റിയേനെ. അപ്പോൾ ഗൈസ്, ഡോഗ്സിൻ്റെ അപ്ഡേറ്റ് ഇതാണ്. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ: മാക്സിമം എല്ലാവരും എത്രയും പെട്ടെന്ന് ഇത് ക്ലെയിം ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അതുപോലെ തന്നെ ഇത് ചെയ്യാത്ത ഫ്രണ്ട്സിലേക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം പോയിന്റ് ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏൺ ചെയ്യാനായിട്ട് എന്തായാലും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് എന്തായാലും ബൈനാൻസിലും അതുപോലെയുള്ള ബാക്കി വലിയ എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റിംഗ് വരട്ടെ. എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ടോക്കൺസ് കിട്ടട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തായാലും മറ്റ് എയർ ഡ്രോപ്പുകളെക്കാട്ടും എനിക്ക് വളരെ ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണിത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് തന്നെ മൾട്ടിപ്പിൾ വീഡിയോസും അതുപോലെ തന്നെ ടെലഗ്രാം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.